ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് പിന്നാലെ സിപിഎമ്മിനെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയുമാണ് സമസ്തയുടെ കടന്നുവരവ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും എസ്എഫ്ഐയെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുമുണ്ട്. അതേസമയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപേ സമസ്തയിൽ ശുദ്ധികലശം നടത്താനുള്ള നീക്കത്തിലാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് കോട്ടകളിൽ വിള്ളലുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള സിപിഎമ്മിന്റെ ശ്രമം പാടെ പാളിയ സ്ഥിതിയാണ്. പാർട്ടി വോട്ടുകൾ പോലും ലഭിച്ചില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. പിന്നാലെ സിപിഎമ്മിനെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും സമസ്ത കൂടിയെത്തിയതോടെ വിഷയം സങ്കീർണമായി. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ എസ്എഫ്ഐയുടെ അക്രമം വരെ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായതായും സുപ്രഭാതം പറയുന്നുണ്ട്. അതേസമയം തന്നെ ലീഗിനെ പുകഴ്ത്താനും സുപ്രഭാതം മടിക്കുന്നില്ല. സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഭീഷണി സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചിടങ്ങളിലെല്ലാം മലപ്പുറത്ത് ലീഗ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് സമസ്തയിൽ ശുദ്ധികലശം നടപ്പാക്കാനുള്ള നീക്കത്തിലാണ് മുസ്ലിം ലീഗ്. എന്നാൽ ഇതിന് സമസ്ത നേതൃത്വം തയ്യാറാകുമോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം. സമസ്തയുടെ എതിർപ്പ് നിലനിൽക്കെ തന്നെ മലപ്പുറത്തെ 2 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം വർദ്ധിച്ചതിന് പിന്നാലെ ഇനി സമസ്ത അതിന്റെ വഴിക്ക് പോട്ടെ എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗും. ജനം, മലപ്പുറം.